ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഡ്രിങ്ക്സ് ദിവസേന കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കറുവാപ്പട്ട, ഇഞ്ചി എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. ധാരാളം ഔഷധ ഗുണങ്ങൾ ഈ മഞ്ഞൾപ്പൊടിയിലുണ്ട്. മഞ്ഞളിലെ കുർക്യുമിൻ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ എന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു ഔഷധമാണ് മഞ്ഞൾ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് എടുക്കാം. ഇത് നല്ല ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. തലവേദന, പനി, ചുമ എന്നിവ എല്ലാ പ്രശ്നങ്ങൾക്കും കുരുമുളക് നല്ലതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കുരുമുളക് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ എടുത്തു വച്ചിരിക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും പിന്നെ ധാരാളം മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ നീര് കഴിക്കുന്നതും പിന്നെ ഇഞ്ചി ചതച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ഇതൊക്കെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഉത്തമമാണ്. പിന്നെ കറുവാപ്പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലും ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പൊടികളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളച്ച് കുറുകിയിട്ട് 1 ഗ്ലാസ് ആവുന്നത് വരെ നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ വെള്ളം ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കൂടുതൽ നല്ലത്. കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണ് അവർ ചേർത്തിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നതിലും നല്ലത് ഇങ്ങനെ ചതച്ച് ചേർക്കുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ നീര് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഫുള്ളായിട്ട് ചേർക്കുന്നതായെങ്കിലും പ്രശ്നമില്ല. കാരണം നമ്മൾ ലാസ്റ്റ് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, പൊടിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറുവാപ്പട്ട പൊടിച്ചതാണ് ചേർക്കേണ്ടത്. അത് 1/2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം കുറുകിയിട്ട് ഇതിൻ്റെ പകുതി അളവാകുന്നത് വരെ നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. വെള്ളം ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനിയും കുറുകേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് കുറുകിയിട്ട് പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനിത് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേൻ എപ്പോഴും ലാസ്റ്റ് കുടിക്കാൻ നേരത്ത് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. തേനിലും ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ തേൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എപ്പോഴും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്. രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരം കഴിക്കുന്നതും നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്